അസ്സലാമുഅലൈക്കും. എന്താണ് എല്ലാവരുടെയും വിശേഷം? സുഖല്ലേ? കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം ഇന്ന് ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താ വീഡിയോ വെച്ചാൽ സ്കൂളൊക്കെ തുറക്കാനായല്ലോ. അപ്പോൾ കുട്ടികൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്, സ്കൂളിലേക്കുള്ള സാധനങ്ങൾ എൻ്റെ കാക്കുവിൻ്റെ കുട്ടികൾക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ സാധനം കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ആദ്യം നമുക്ക് കുട കാണാം. ഇതാണ് കുട. ഒരാളെ കുട, 3 ആളാട്ടോ, 3 കുട്ടികളാണ് എൻ്റെ കാക്കൂന്. അപ്പോൾ 3 കുട ഉണ്ട്. ഇത് ഒരു കുട ഇതാണ്. ഞാൻ മറ്റേ കുട വെച്ചത്. പിന്നെ ഒരു കറുത്ത കുടയാണ്, റോഷൻ അമ്പർല അതാണ്. പിന്നെ അതാണ് ഫൈഡർമാൻ്റെ കുട. അതിൻ്റെ കാക്കൂൻ്റെ ചെറിയ കുട്ടിയുടെ കുടയാണ് ഫൈഡർമാൻ്റെ കുട. ഇനി കാണാൻ പോണത് അല്ല, എന്തേത് കട്ടാക്ക്. ഇനി കുപ്പിയാണ്, ഓർക്ക് വെള്ളം കൊണ്ടാവാൻ വേണ്ടിയിട്ട് കുപ്പിയാണ്. അതിൻ്റെ വില 79 ഉറുപ്പ്യാണ് ഒരു കുപ്പിക്ക്. അങ്ങനത്തെ 3 എണ്ണം വാങ്ങിയിട്ടുണ്ട്. ഒന്ന് 79 തന്നെയാണ്. പിന്നെ ഇതൊരു നീലക്കുപ്പി, ഇതിനും സെയിം റേറ്റ് തന്നെ കേട്ടോ. പിന്നെ കുടയുടെ റേറ്റ് കണ്ടില്ലല്ലോ. കുട റേറ്റ് കണ്ടില്ല, കുടക്കൂടെ റേറ്റ് ഉണ്ടാവുമല്ലോ. 199 ഉറുപ്പ്യ കേട്ടോ. 199 ഉറുപ്പ്യാണ് കുടയിൽ വാങ്ങിക്കുന്നത്. 3 കുട ഉണ്ട്, 3നും 199 ഉറുപ്പ്യ തന്നെ കേട്ടോ. വലിയൊന്നുമില്ല, അധികം എന്ന് പറയാനൊന്നുമില്ല. പോപ്പിക്കുടക്ക് എന്താണ്, പോപ്പിക്കുടക്ക് 400 ഉണ്ടെന്നാണോ പറഞ്ഞത്? 88. ഇനി അടുത്തത് കാണാനുള്ളത് ബോക്സാണ്. ബോയിച്ച് അത്രേ. തുറന്നതിന്റെ ഉള്ളിലാണ് വില. ഇതാണ് അവന്റെ ബോക്സ്. അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് വില എന്ന് പറഞ്ഞത് തുറന്നു തന്നിട്ടുണ്ട്. അത് നമ്മൾ ഉള്ളിലത്തെ വില നോക്കുക 175 കേട്ടോ. ഞാൻ അവനോട് പറയും ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ സ്കൂളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയാലൊക്കെ ഇടാൻ പറ്റും. ഇതൊരു പെട്ടി പോലെയാണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഇടാന്നൊക്കെ അവനോട് പറഞ്ഞിട്ടുണ്ട്. പെന്നും പെൻസിലും. ഇനി ഇത് ഒരു മാസമൊക്കെ ഉണ്ടാവുള്ളൂ. കഴിഞ്ഞാൽ പിന്നെ ഈ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിന് സിബൊന്നും ഉണ്ടാവില്ല. അതൊക്കെ പിന്നെ നമ്മൾ വേറെ വാങ്ങേണ്ടി വരും. അങ്ങനെയൊക്കെ. ഇനി നമുക്ക് വേറെ സാധനങ്ങൾ മനസ്സിലാക്കാം. അടുത്ത സാധനം മനസ്സിലാക്കാം. കൂടുവോ? ഇതൊരു പോയിച്ച്, ഇതൊരാളത് ഇതേമാതിരി വേറെ അങ്ങനത്തെ ഒരു പോച്ച് കൂടുണ്ട്. ഇത് പിന്നെ ഉള്ളത് ജോമെട്രി ബോക്സ് ആണ്. അങ്ങനത്തെ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. 2 ആൾക്കാണ്. മെറ്റുവർക്ക് വേണ്ടവന് 3ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഓർക്ക് അതിൻ്റെ ആവശ്യമില്ല. മെറ്റുവിന് 5ക്ക് ആയതുകൊണ്ട് ഓർക്ക് ബോക്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞത് അതിന് 100 ഉറുപ്പ്യാണ് കേട്ടോ. ഞാൻ തുറന്ന് കാണിച്ചത്. അപ്പോൾ തുറന്നിട്ട് ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ള സാധനം. പെൻസിലുണ്ട്, കടലാസ് പെൻസിലുണ്ട്, അതൊരു ചെറുതാണ്. സ്കെയിലുണ്ട്, കോമ്പക്സ് ഉണ്ട്, മായ്പുണ്ട്, എറേസർ, കട്ടർ, അങ്ങനെ പിന്നെ വേറെ എന്തൊക്കെ കുറേ അങ്ങോട്ട് ഇറക്കണം ഇങ്ങോട്ട് ഇറക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരൊക്കെ നമുക്ക് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് അടുത്ത സാധനം. ഇനി അടുത്തത് പോലെ പുസ്തകങ്ങളൊക്കെ പൊതിയാനുള്ളതാണ്. പക്ഷെ പൊതിനതിന് മുമ്പ് തന്നെ ആദ്യം കീറൽ കഴിഞ്ഞിരുന്നു. ഞങ്ങൾ അങ്ങനെയാണ് എന്ത് കിട്ടിയാലും പെട്ടെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. ഉറപ്പുണ്ടോ നോക്കണതാണത്. അപ്പൊ അടുത്തത് നെയ് സ്ലിപ്പ്. എല്ലാവർക്കും അറിയണ സംഭവം. അതന്നെ ആ സാധനം നെയ് സ്ലിപ്പ്. അപ്പൊ അതാണ്. ഇനി അടുത്തത് പെന്നാട്ടോ. പെന്ന് ഒരു പെട്ടി പെന്ന് വാങ്ങിയിട്ട് ഇതൊക്കെ ഞാൻ 1 മാസത്തിന് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ 2 മാസം അത്രയൊക്കെ ഉള്ളൂ. ഒരു പെട്ടെന്ന് ഒരു എഴുതല്ല ജിജി, ഒരു കുറച്ച് എഴുതിയിട്ട് പിന്നെ നിലത്ത് കൂടെ ഒക്കെ ഇട്ട് ചിലപ്പോൾ അടപ്പുണ്ടാവില്ല, മൂട് ബാക്ക് ഉണ്ടാവില്ല, അങ്ങനെ ആയിട്ട് ഇങ്ങനെ. അടുത്തതാണ് ഈ ബുക്ക് ഗൈസ്, നോട്ട് പുസ്തകം. ഇതാണ് നോട്ട് ബുക്ക്. ഇനി നോട്ട് ബുക്കുകളെ പുസ്തകങ്ങളൊക്കെ ഞാൻ പിന്നെ
കണ്ടതാണല്ലോ. KTM-ന്റെ പുസ്തകം. KTM-ന്റെ പുസ്തകം ഉണ്ട് ഇത്ര. ഞാനൊന്ന് അങ്ങനെ കുറെ നോട്ട് പുസ്തകങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. 3 ആളാണല്ലോ, അപ്പോൾ കുറെ ബുക്കുകളാണല്ലോ എല്ലാവർക്കും. അപ്പോൾ എല്ലാവർക്കും അല്ല 3 ആൾക്കും. അപ്പോൾ ചെറിയ നോട്ട് പുസ്തകം, വലിയ നോട്ട് പുസ്തകം അങ്ങനെയൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇനി കാണാനുള്ളത് ബാഗാട്ടോ. ഇതാണ് ബാഗ്. ഇതിന്റെ കാക്കുവിന്റെ വലിയ കുട്ടിക്കാട്ടോ ബാഗ് വാങ്ങിക്കണ. ഓന് കോളേജിൽ പോവാ. അപ്പോൾ ഇങ്ങനെ പോയിട്ടുള്ളൂ. കോളേജിൽ അല്ലട്ടോ പോണ്, ദർസിക്കാണ് പോണ്. ദർസ് പഠിച്ചാൻ പോവാണ്. അപ്പോൾ അവർക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ബാഗ് വാങ്ങിയതാണ് ഓനിക്ക്. ഇതാണ് ബാഗ്. 2-3 അറയൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലും വേറൊരു അറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ സാധനങ്ങളൊക്കെ ഇടാൻ പറ്റും. ഇനി അങ്ങോട്ട് പോകുകയാണ്. ഓർക്ക് കുറച്ചൊക്കെ വലിയ ബാഗ് വാങ്ങിയതാണ്. അങ്ങനെ ഉള്ള സംഭവങ്ങളാണ് വാങ്ങിയിട്ടില്ല. അപ്പോൾ നാളെയാണ് പോകുന്നത്. നാളെ പോകുക. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. പഠിച്ചാൻ വേണ്ടിയിട്ടൊക്കെ ഇതോ ചെയ്യണം. ഇവിടെ ആകുമ്പോൾ ഇങ്ങനെ വെയിലത്ത് കൂടെ ഒക്കെ ഇങ്ങനെ വണ്ടി കളിച്ച് പോകണം. സ്കൂൾ തുറന്നു എന്നാലും സ്കൂളിൽ വന്നാൽ കളിക്കാൻ പോവുക. അങ്ങനെ വെറും കളി എന്നുള്ളത് മാത്രം. കുട്ടികളാകുമ്പോൾ അങ്ങനെയാണ്. എന്നാലും അപ്പോൾ എന്തായാലും ഓന് പ്രാവശ്യം ദർസിക്ക് പോകണം. നാളെ ഓനെ കൊണ്ടേയാക്കും. എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്, ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നാളെ ഓന് പോകും. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം ഇനി ഒന്നുകൂടി ഉണ്ട് കേട്ടോ. ഓനിക്കൊരു ബൂട്ട് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഓനിക്ക് പന്ത് കളിച്ചാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഓനിക്ക്. അപ്പോൾ ദർസിക്കൊക്കെ പോവുകയാണല്ലോ. അപ്പോൾ പിന്നെ ഇനി അവിടെ കളിച്ചാൽ പറ്റുന്നുണ്ടാവില്ല. എന്നാലും ഓന് പറഞ്ഞൊരാഗ്രഹമല്ലേ വിചാരിച്ചിട്ട് നമ്മൾ ഒരു ബൂട്ട് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഓർക്ക് ബൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. കുറേ ബൂട്ട് വാങ്ങിയിട്ടുണ്ട്. പക്ഷേ കേടരാണ്. കളിച്ചിട്ട് കേടര് കൊണ്ടിരുന്നു പെട്ടെന്ന്. അപ്പോൾ വീണ്ടും നമ്മൾ ഒരു ബൂട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബൂട്ട് ഇട്ടാൽ എവിടുന്നത് പെരിന്തൽമണ്ണ സ്റ്റേഡിയം എന്ന് പറഞ്ഞിട്ടൊരു കടയിൽ നിന്നാണ് കേട്ടോ. കട പേര് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഓൺലൈനിലായിട്ട് വിട്ട് തരുമോയെന്ന് തോന്നുന്നു. ഇനി അറിയില്ല. വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞുതരും കേട്ടോ. കളിക്കലൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചെറിയൊരു വീഡിയോ, സ്കൂൾക്ക് കുട്ടികൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയൊരു വീഡിയോ ആണ്. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് തോന്നുന്ന ആയിട്ടില്ലല്ലോ, കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പോൾ എന്താ ഇടേണ്ടത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും നമ്മൾ എങ്ങനത്തെ വീഡിയോ ഇടണം നിങ്ങളൊക്കെ പറയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറ്റുന്ന വീഡിയോ ആണെങ്കിൽ അങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ വീഡിയോ എടുത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. നമുക്ക് എടുക്കാനൊന്നും അങ്ങനെ അറിയില്ല. നമ്മൾ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ എടുത്ത് പിന്നെ അങ്ങനെ ശരിയായി വരും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസമൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.